ഹലോ ഗായ്സ്, ഇന്ന് നിൽക്കുന്നത് നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ടാണ്. നമ്മൾ കളിക്കാൻ പോകുന്നത് ബ്ലോക്സ് ഫ്രൂട്ടാണ് ഗായ്സ്. എന്തായാലും ഇന്നത്തെ നമ്മളെ എപ്പിസോഡ് പറയുകയാണെങ്കിൽ 6ാമത്തെ എപ്പിസോഡാണ് ഗായ്സ്. ഇപ്പം നമ്മളെ ലെവലുള്ളത് 882 ലെവലാണ് ഗായ്സ് ഉള്ളത്. എന്തായാലും ഗായ്സ്, പോർട്ടൽ ഫ്രൂട്ട് ഉള്ളവരൊന്ന് പറയുക ഗായ്സ്. നമ്മളൊക്കെ പോർട്ടൽ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ടെലിപ്പോർട്ടായി എത്താനൊക്കെ വയ്ക്കും ഗായ്സ്. അപ്പം ഉള്ളവരൊന്ന് പറയുക ഗായ്സ്. പിന്നെ നമ്മൾക്ക് കുറച്ച് ബ്ലേഡൊക്കെ നമ്മൾ NPCകളെ തീർത്തപ്പോൾ നമുക്ക് കിട്ടീനു. ശത്രുക്കളെ കൊന്നപ്പോൾ നമുക്ക് കിട്ടീനുണ്ട് ഗൈസ്. കുറച്ചതൊക്കെ കിട്ടീനു. പിന്നെ നമുക്ക് എന്തായാലും ഒന്ന് ട്രേഡ് ചെയ്യാം ഗൈസ്. നമ്മളെ ഫോളോവറാണ് ഇവന്. ഫോളോവർക്ക് എന്തായാലും നമുക്ക് ബുദ്ധ കൊടുക്കാം. ഡബ്ബർ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഗൈസ് അവനക്ക്. ഗൈസ് നമുക്ക് ട്രേഡിങ് ഇതായിട്ടുണ്ട് ഗൈസ്, അത് കൊളായിട്ടുണ്ട്. എന്തായാലും നമുക്ക് എറർ സംഭവിച്ചുകൊണ്ട് നമുക്കൊന്നും കൂടി ട്രേഡ് ചെയ്യാം. അവനക്ക് നമുക്കെന്തായാലും റബ്ബർ കൊടുക്കാം ഗൈസ്. അങ്ങോട്ട് റബ്ബർ, നമുക്ക് അങ്ങോട്ട് ബുദ്ധ കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്ത് വെച്ചേക്ക്. എല്ലാവരും നിങ്ങളെ ID ഇവിടെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ID ഇവിടെ പിൻ ചെയ്ത് വെക്കാം ഗൈസ്, ബ്ലോക്സ് ഫ്രൂട്ട് തന്നെ. അപ്പോൾ എന്തായാലും നമ്മൾ ട്രേഡിങ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അവനക്ക് ബുദ്ധ കൊടുത്തിട്ടുണ്ട്, നമ്മൾ റബ്ബർ എടുത്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് അടുത്ത പണിയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് ലോണിനെ റൈഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ഹോട്ടൽ ക്രൗഡിലേക്ക്. എന്തായാലും നമുക്ക് റൈഡിന് വേണ്ടിയുള്ള ചിപ്പ് വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് സ്മോക്കർ ഉണ്ടാവുക. ഇതിൻ്റെ 3 ഗേറ്റ് ഉണ്ട്. ഇതിൽ 2ാമത്തെ വാതിലിൻ്റെ ഉള്ളിലേക്കാരം ഈ ഇതുണ്ടാവും, NPC ഉണ്ടാവുക. നമുക്ക് ഇതിൻ്റെ ചിപ്പ് തരുന്നത് ലോനെ സ്പോൺ ചെയ്യാൻ. അപ്പോൾ എന്തായാലും അതിന് 1500 ഫ്രാഗ്മെൻ്റാണ് ഗൈസ് അതിനുള്ളത്, ആ ചിപ്പിന്. എന്തായാലും നമുക്ക് ഇതിനുള്ളിൽ പോവാം. ഈ ഒരു സൈഡിലോട്ട് പോവുക. എന്നിട്ട് നമുക്ക് ഇവിടെ കയറി നിൽക്കാം ഗൈസ്. എന്തായാലും അവനെടുത്ത് കൊടുത്തുകൊണ്ട് അത് ചിപ്പ് നിൽക്കിക്കൊണ്ട് പിന്നെ ഗൈസ്, നമ്മൾ നിൽക്കണ നേരത്തെ നമ്മളെ കൈക്ക് ചിപ്പ് വെക്കാൻ പാടില്ല. അവിടെ ഒരു സ്വിച്ച് ഉണ്ടാവും, അതിൻ്റെ നമ്മൾ നിൽക്കുന്നിടത്ത് അയിമ നിൽക്കിയാൽ മതി ഗൈസ്. അപ്പോൾ എന്തായാലും അത് വർക്കൗട്ടാവും. നമ്മൾ ചില കൈക്ക് പിടിച്ച് കണ്ടൊക്കെ നിൽക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും ലോനെ വേഗം തീർക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മൾ തീർത്തിട്ടുണ്ട് ഗൈസ്. ലോനെ തീർത്തിട്ടുണ്ട്. തീർത്തപ്പോൾ നമുക്ക് സീബ്ര ക്യാപ്പ് പറഞ്ഞിട്ട് ക്യാപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. കുറച്ച് നല്ല പവറൊക്കെ ഉള്ളതാണ് ഗൈസ്. എന്തായാലും നമുക്ക് എക്യുപ്പ് ചെയ്ത് വെക്കാം. അതായത് ഗൈസ്, നമ്മളത് ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത പണിയായിട്ട് പോവാം. എന്തായാലും നമ്മൾ ഇതിൻ്റെ പവർ കാണിച്ചു തരാം ഗൈസ്. ഇതിന് ഏതൊക്കെ പവർ ഉള്ളതെന്ന്. എനർജി ഉണ്ട്. എനർജി എത്രയും കാണിച്ചു തരാം. ഇതിൻ്റെ തോക്കട്ടെ. എനർജി 10 ഉണ്ട്. എനർജി അല്ല, വാളിൻ്റെ ഡാമേജ് 10 ഉണ്ട്. പിന്നെ പോരാത്തതിന് എനർജി കുറച്ച് അധികം ഉണ്ട്. നമ്മളെ ഹെൽത്ത് പറയുകയാണെങ്കിൽ 100% കൂടുതലായിക്കാരം. നമ്മളോട് അവൻ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ് സീബ്ര ഹാറ്റാണെന്ന് പറഞ്ഞ് കിട്ടിയിട്ടുള്ളത്. എന്നാലും നമുക്ക് അടുത്ത പണിയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, എന്തായാലും നമുക്ക് നല്ലൊരു ട്രേഡിംഗ് ആണിത്, ലൈറ്റും ഗോസ്റ്റും. അവൻ നമുക്ക് ലോ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കിതൊരു ട്രേഡ് ചെയ്യാം. നല്ലൊരു ഓപ്ഷനാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ട്രേഡ് ചെയ്യാം. നമുക്ക് എന്തായാലും എപ്പോഴും കിട്ടണതാണ് ലൈറ്റ്. അപ്പോൾ കഴിച്ച് നമുക്ക് ലൈറ്റ് കിട്ടില്ല, നമുക്ക് ലോ കിട്ടിയിട്ടുണ്ട്, ലോ ഫ്രൂട്ട്. എന്തായാലും നമുക്ക് അടുത്ത ട്രേഡിങ് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. നല്ല ട്രേഡിങ് ആണെങ്കിൽ നമ്മളോട് ചങ്ങായി പറഞ്ഞിനു, ഒരു ഫോളോവർ പറഞ്ഞു നമുക്ക് നല്ല ഫ്രൂട്ടുകൾ തരേക്കാരം ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കിയോ. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മൾ ഗ്രൈൻഡ് ചെയ്യാണ് ഗൈസ്. അപ്പം നമുക്ക് 2-3 NPCനും കൂടി അടിച്ചിട്ടാണ് നമ്മളത് ലെവൽ കൂടും ഗൈസ്. 900 ലെവലാണെന്ന് ആവുന്നതാണ്. എന്തായാലും നമുക്ക് NPCകൾ എന്തായാലും അടിച്ചിടും ഗൈസ്. വേഗം 2-3 തീർക്കാണ്ടുള്ളൂ. എന്തായാലും വേഗം തീർക്കാൻ നമ്മൾ 2 കൊണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളെ ക്വസ്റ്റ് മാറിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ് എടുക്കാം ഗൈസ്. ഇവിടെ അടുത്ത് തന്നെയാണ്, ഈ 3 സ്ഥലത്ത് തന്നെയാണ്. ഫസ്റ്റത്തെ NPCകളെ തീർത്തറിയാണെങ്കിൽ നമ്മളിപ്പോൾ വന്ന വഴി നോക്കുമ്പോൾ മനസ്സിലാവും ഗൈസ്. നമ്മൾ ഈ സൈഡിൽ നിന്നാണ് ഫസ്റ്റത്തെ NPCകളെ തീർത്തത്. ഇനി എന്തായാലും നമുക്ക് അടുത്ത ആൾക്കാരൊന്ന് തീർക്കാം ഗൈസ്.
അടുത്ത ആൾക്കാർ വരുന്നത് പറയുകയാണെങ്കിൽ ഇവിടെയാണ് ഗൈസ് ഫസ്റ്റത്തെ ആൾക്കാർ, ഇവിടെയാണ് സെക്കൻഡത്തെ ആൾക്കാർ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് തീർക്കേണ്ട ആൾക്കാർ ഇവിടെയാണുള്ളത് ഗൈസ്. എന്തായാലും നമുക്ക് ഇവരെയും കുറച്ച് അങ്ങോട്ട് തീർക്കുകയൊക്കെ ചെയ്യാം ഗൈസ് വേഗം. എന്തായാലും നമുക്ക് ലെവൽ കൂട്ടണം. എന്തായാലും 1000 ലെവലാക്കിയിട്ട് വേണം നമുക്ക് ഡോഫമിങ്ങോനെ എന്തെങ്കിലും തീർക്കാൻ ഗൈസ്. എന്തായാലും നമുക്ക് ലെവൽ പിന്നെയും കൂടിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് വേഗം ഇവനെ കൊണ്ട് തീർക്കാം. നമ്മൾ 25 ലെവലൊക്കെയാണ് നമ്മൾ കൂട്ടിയത് ഗൈസ്. എന്തായാലും നമുക്ക് ഈ ഒരു ബോസിനെ കൂടി എടുത്ത് തീർക്കാം ഗൈസ് വേഗം. പിന്നെ ഗൈസ് നെറ്റിൻ്റെ ഇഷ്യൂ നല്ലോണം ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ക്ഷമിക്കണം നിങ്ങളെ. എന്തായാലും നമുക്ക് ഈ ഒരു ബോസിനെ വേഗം തട്ടാം ഗൈസ്. ഇപ്പോൾ തീർന്നിട്ടുണ്ട് അവനെ. ഇപ്പോഴാണ് നമുക്ക് തീർന്ന് കാണിക്കണത് ഗൈസ്. എന്തായാലും നമ്മളത് ഒരൊറ്റ ലെവലേറ്റേ കൂടിയിട്ടുള്ളൂ ഗൈസ്. 25 ഒറ്റ ലെവലേറ്റ് കൂടിയിട്ടുള്ളൂ ഗൈസ്. ഫൗളാട്ടെ ഗൈസ്. എന്തായാലും നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇനി അടുത്ത വിഷയം എന്തായാലും അറിയുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ സാധാ NPC വേഗം തീർക്കാം. അതേ വയ്ക്കുള്ളൂ. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് ലാസ്റ്റത്തെ ഒരു കുറച്ച് ആൾക്കാരെ തീർക്കാം ഗൈസ്. എന്തായാലും ബുദ്ധ യൂസ് ചെയ്യുമ്പോൾ ഗൈസ് മെല്ലെ പോവുള്ളൂ. അപ്പോൾ ഇതിനെക്കാട്ടിയല്ല നമുക്ക് എന്താണ് ബുദ്ധൻ്റെ ചെറുതായി കണ്ട് കളിക്കണേക്കാരം നല്ലത്. ബീസ്റ്റ് ഫോം ആകുമ്പോൾ വലിയ ഇതുണ്ടാവില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടെ കൂടിയോട് തീർക്കാം. അതാകുമ്പോൾ നമുക്ക് ഓടാൻ വയ്ക്കില്ല ബുദ്ധം. അതുകൊണ്ടാണ് നമ്മൾ റാബിറ്റ് റേസ് എടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് റാബിറ്റ് റേസ് ആണെങ്കിൽ V3 ആക്കും വേണം ഗൈസ്. എന്തായാലും നമുക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് നമ്മളിതൊന്നും വർക്കാവണില്ല ഗൈസ്, നമ്മൾ ചെയ്യുന്നതൊന്നും. എന്തായാലും നമുക്ക് മെമ്മറിയുടെ വേഗം തട്ടാം ഗൈസ്. കൊടുക്കുന്നുണ്ട്, ഡാമേജ് കൊടുക്കുന്നുണ്ട്. 2 കൊണ്ട് അടിക്കുന്നുണ്ട്. രണ്ടൊന്നും തീരുന്നില്ല. നെറ്റ് ഇഷ്യൂ ആണ് ഗൈസ്. പോട്ടെ. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ മാറിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളത് ഗ്രേവ് യാർഡിലാണ് ഗൈസ്. ഗ്രേവ് യാർഡിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ നമുക്ക് എന്തായാലും ഒന്ന് ഫ്രൂട്ട് കറക്കണം ഗൈസ്. കറക്കി നോക്കാം എന്താ കിട്ടുകയെന്ന് ഗൈസ്. കറക്കി നോക്കാം ഗൈസ്. ടൈഗറാണ് കിട്ടിയത്. കറക്റ്റ് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ഗൈസ്, ക്ഷമിക്കണം. ടൈഗറാണ് കിട്ടിയത് ഗൈസ്. എന്തല്ല ഫസ്റ്റത്താണ് നമ്മൾ മിത്തിക്കല്. രണ്ടാമത്തെ ലെജൻഡറി ആണ് നമ്മളത് ബുദ്ധയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ ആ ഫ്രൂട്ട് സ്റ്റോർ ചെയ്ത് കണ്ട് ഇനി നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ വരികയാണ് ഗൈസ്. അപ്പോൾ നമ്മളത് എന്തായാലും കുറച്ചും കൂടി NPC തീർത്താൽ മതി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാനുള്ളതാണ് ഗൈസ്. നമുക്ക് വേഗം അതായത് നമുക്ക് ആൾക്കാരെ അടിച്ചിടാം ഗൈസ്. എന്തായാലും വേഗം അടിച്ചിടാം. നമ്മൾ സർവർ ഇടയ്ക്കിടയ്ക്ക് ഹോപ്പ് ചെയ്ത് കയറുന്നുണ്ട് ഗൈസ്. ചില നല്ല ലാഗ് ഉണ്ട്. ചിലത് PP സർവർ പോലെയാണ് ഗൈസ്. ഇപ്പം പുതിയ അപ്ഡേറ്റ് വന്നതുകൊണ്ട് നല്ല ഫൈറ്റൊക്കെ എടുക്കുന്നുണ്ട് ആൾക്കാർ. അതുകൊണ്ട് നമുക്ക് വേഗം ഇതാക്കാം ഗൈസ്. ഗ്രൈൻഡ് ചെയ്യാം. നമ്മൾ ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. കുറച്ചും കൂടി ഇത് മതി ഗൈസ്. ഒരാളും കൂടി 2 ആൾക്കാരും കൂടി തീർത്താലേ നമ്മളത് 75 ആവും ഗൈസ്. നമുക്ക് എന്തായാലും വേഗം തീർക്കാം ആൾക്കാരെ ഗൈസ്. നമുക്ക് ഈ ഒരു ഗ്രാവിറ്റി ബ്ലേഡ് പറയുകയാണെങ്കിൽ കോംബോക്ക് പറ്റിയൊരു ബ്ലേഡാണ് ഗൈസ്. എന്തായാലും ഈ ബ്ലേഡിനെ ഫുൾ അവൈക്കൻ ചെയ്യണമെന്നുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഗൈസ് എന്തായാലും നമ്മൾ ലാസ്റ്റത്തെ ആൾക്കാരും കൂടെ തീർത്തപ്പം ക്വസ്റ്റ്യൻ മാറിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് വേഗം അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു തരാം ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ആൾക്കാരെ എടുക്കാം. ക്വസ്റ്റ്യൻ ഏതായാലും എടുക്കാം ഗൈസ്. നമുക്ക് ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മൾ എന്താ ഇവിടെ വരാം. ഇതിനെ നേരെ അപ്പുറത്ത് തന്നെ ചവിടത്തിന് അറിയുണ്ടാവില്ല. അപ്പം എന്തായാലും ഗൈസ് ഇവിടെ ഒന്ന് കണ്ട് ഇവിടുത്തെ NPC അടിച്ചിടാം ഗൈസ്. ഇവിടെയുള്ള ആൾക്കാരെ എന്തായാലും നമുക്ക് എന്താണ് സ്റ്റാറ്റൊക്കെ കൊടുക്കാം. കുറച്ചധികം എടുക്കണ്ടായി. എന്തായാലും നമുക്ക് ഇവരെ വേഗം അങ്ങോട്ട് തീർക്കാം ഗൈസ്. ഇവരെ തന്നെ ഈ ഒരു സോംബീസുകളെ വേഗം തീർക്കാം. അപ്പോൾ തന്നെ നമുക്ക് വേഗം തീർത്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ ലാസ്റ്റ് തലമുറയുടെ തീർത്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ മാറിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് അടുത്ത മിഷനിലോട്ട് പോവാം. അടുത്ത മിഷൻ വരുന്നത് ഇവിടെ ആയിട്ടാണ് ഗൈസ്. നമ്മളെ സ്ഥലത്തിൻ്റെ പേരെന്തെന്ന് ഓർമ്മയില്ല. സ്നോ ഐലൻഡ് അങ്ങനെയാണ് തോന്നണേ ഗൈസ്. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ എടുത്താൽ ഫസ്റ്റത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഗൈസ്. ഈ സൈഡിൽ 1000 ലെവലായിട്ടുണ്ട് ഗൈസ്. 1001 ലെവലായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബ്ലേഡ് കൊണ്ടും ഫൈറ്റിംഗ് സ്റ്റൈൽ കൊണ്ട് കൂടി നമുക്ക് തീർക്കാൻ ഗൈസ് ഇവരെല്ലാവരും.
അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഡോഫ്ലമിംഗോൻ്റെ ഒരു റൂമുണ്ട്, അത് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് 1 ബില്യൺ വരുന്ന ഒരു ഫ്രൂട്ട് വേണം. അതെന്തായാലും നമ്മളെ കൈക്ക് പിടിച്ചാണ്ട് കൊടുക്കാം ഗൈസ്. നമുക്ക് എനിക്ക് ഈ ട്രവർ പറഞ്ഞ ആൾക്ക് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മളോട് പറയണേ കൈക്ക പിടിക്കരുത് എന്നാണ് ഗൈസ്. നമ്മൾ ഫസ്റ്റ് കാട്ടിയൊരു മിസ്റ്റേക്കാണ്. ഞാൻ നമുക്ക് കൈക്ക പിടിക്കാമെന്ന് കൊടുത്തു നോക്കാം ഗൈസ്. നമുക്ക് എന്തായാലും വേഗം ഈ ഒരു ബില്യൻ്റെ ഫ്രൂട്ട് തന്നെ വേണം. ലെജൻഡറി ആവണം അതിൻ്റെ മേലെ. ലെജൻഡറിൻ്റെ മേലേക്കാണ് ഈ പ്രശ്നമായ ഗൈസ്. ലെജൻഡറിയാണ് കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ എന്തായാലും അത് കൊടുക്കാം നമുക്ക് വേഗം ഗൈസ്. കൊടുക്കുകയാണ്, താൾക്കാക്കിയിട്ടുണ്ട്. ഗിവ് ഫ്രൂട്ട് കണ്ടില്ല ഗൈസ്, നമ്മൾ കൈക്ക പൊട്ടിച്ചിട്ടില്ല ഗൈസ്. ഇപ്പോൾ നമുക്ക് തുറന്നിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് സ്പോണ തോൽപ്പിക്കാം ഗൈസ്. ഞാൻ പോവാം ഗൈസ്, പോവാണ്. ഇപ്പോൾ ഗൈസ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് ഇവനെ ഈ ഇതില്ല, ഈ സെർവറിൽ പോനെ ആരെ തീർത്തുകണെങ്കിൽ എന്തായാലും നമുക്ക് 3 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് വരാം ഗൈസ്. അതിൻ്റെ അടുക്ക ഗൈസ് ഒരു കോറ് വന്നിന് ഫാക്ടറീൻ്റെ തോണതിന് ഗൈസ്. നമുക്ക് തീർത്തപ്പോൾ നമുക്കിത് കിട്ടി ഗൈസ്. ഇതിൻ്റെ ഈ ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റത്തെ ട്രൈ തന്നെ കിട്ടി. ഇനി ഗൈസ് എന്തായാലും നമുക്ക് തീർക്കാം. തീർത്താൽ നമുക്ക് എന്തായാലും കുറേ കാര്യങ്ങൾ അൺലോക്ക് ആവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗമായിട്ട് അടിച്ചിടാം ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ അവനെ തീർക്കാനായിട്ടുണ്ട് ഗൈസ്. നമ്മൾ തീർക്കാണ് ഗൈസ്. തീർത്തിട്ടുണ്ട് ഗൈസ് നമുക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് ഗാർഡിയൻ ഷിപ്പ് പറഞ്ഞൊരു ഷിപ്പ് നമുക്ക് അൺലോക്ക് ആയിട്ടുണ്ട് ഗൈസ്. എന്തൊക്കെയാണ് നമുക്ക് അൺലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് കുറേ എന്താണ് ടൈറ്റിലൊക്കെ അൺലോക്ക് ആയിട്ടുണ്ട്. ആ ഷിപ്പ് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് ലക്ഷറി ഡീലറിൻ്റെ അടുത്തേക്കാരാണ് ആ ഷിപ്പ് ഉള്ളത്. നമുക്ക് ഇനിയിപ്പോൾ ആ ഷിപ്പ് നമുക്ക് അതിൽ പോകാൻ പറ്റും. ലക്ഷറി ആയിട്ടുള്ള ഒരു ബോട്ടിൽ നമുക്ക് പോകാൻ വയ്ക്കും ഗൈസ്. അതിന് നമ്മൾ ഇവനെയാണ് തീർക്കേണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ അവനെ തീർത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത പണിയിലോട്ട് പോവാം ഗൈസ്. നമ്മളെന്തായാലും പെയിൻ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ഒരു ഫോളോവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് പെയിൻ കൊടുക്കാം. വേറെ ഫ്രൂട്ട് നമ്മളേക്ക് കൊടുക്കാൻ പറ്റിയതൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്ക് വേഗം പെയിൻ കൊടുത്താണ് പോർട്ടൽ വാങ്ങാം ഗൈസ്. എന്തായാലും നമുക്ക് വേഗം ഗൈസ് എറർ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമുക്കൊന്നുകൂടി വേഗം ട്രേഡ് ചെയ്യാം. എന്നാൽ നമ്മൾ ട്രേഡ് ചെയ്യണം ഗൈസ്. നമുക്ക് പെയിൻ വെച്ച് കൊടുക്കാം. നമുക്ക് ലൈറ്റ്നിങ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. എന്തായാലും നമുക്ക് വെച്ചെടുക്കാം. ലൈറ്റ്നിങ് നമുക്ക് വേറെ അടുത്തും തന്നതായിരുന്നു ഗൈസ്. എന്തായാലും നമുക്ക് വേഗം പോർട്ടൽ വാങ്ങാം. പോർട്ടൽ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് ടെലിപ്പോർട്ടിയൊക്കെ ചെയ്യാൻ. ടെലിപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും സുഖമുള്ളതാണ് പോർട്ടൽ. എന്തായാലും നമുക്ക് വേഗം ചെയ്യാം, ഫുള്ളാക്കാം ഗൈസ്. ഫുള്ളായിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇത്. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് പോർട്ടൽ വേഗം തിന്നാം ഗൈസ്. എടുത്ത് തിന്നിട്ട് നമുക്കിത് എന്താണ് 300 ലെവലാക്കണം. അപ്പോൾ നമുക്ക് പോർട്ടലിൻ്റെ ഡൊമൈനും കൂടി അവിടെ ഓപ്പൺ ആവും. എന്നാലും നമുക്കിത് വേഗം തിന്നാം ഗൈസ്. തിന്നാണ് ഗൈസ്. നമ്മളോട് ബ്രോ ചോദിക്കുന്നുണ്ട് തിന്നുണ്ടോയെന്ന്. എന്തായാലും നമുക്ക് തിന്നാണ് ഗൈസ്. നമ്മൾ പോർട്ടലിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്കെന്തോ ഹിഡൻ പവർ എന്നുള്ള ഇത് അൺലോക്ക് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വേഗം അടുത്ത എന്താണ് ഇത് മാക്സ് ആക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് സ്റ്റാറ്റ്സ് റെഡിയാക്കി കൊടുക്കാൻ നമുക്ക് എന്തായാലും റീഫണ്ട് അടിക്കാം. അപ്പോൾ നമ്മൾ റീഫണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അതൊക്കെ 1000 അടിച്ചെടുത്ത് കൊടുക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് മെയിൽക്കും ഡിഫെൻസ്ക്കും ബ്ലോക്സ് ഫ്രൂട്ടിനും കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് മെയിലിനും ഡിഫെൻസിനും കൊടുക്കുകയാണ് ഗൈസ്. നമുക്ക് ആദ്യം 600 കൊടുക്കാം. എന്തായാലും നമുക്ക് നേരക്കാക്കി കൊടുക്കാം ഗൈസ്. എന്തായാലും നമുക്ക് അടുത്ത പണിയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മളൊരു NPCൻ്റെ പോർട്ടൽ കൊണ്ട് അടിച്ചിട്ട് ഇപ്പോൾ തന്നെ നമ്മളത് ലെവൽ 34 ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. അതിൻ്റെ മുമ്പ് നമുക്ക് വേഗം ഇത് കൂട്ടാം ഗൈസ്. ഇതിൻ്റെ പോർട്ടലിൻ്റെ ലെവലോട്ട് ഫുള്ളാക്കാം, മാക്സ് ആക്കാം ഗൈസ് നമുക്ക്. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പവറും കൂടെ അൺലോക്ക് ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല. എന്നാലും നമുക്ക് അടുത്ത അൺലോക്ക് ചെയ്യാൻ പോകാം ഗൈസ്. അടുത്തുള്ളത് 100 ലെവല്, അതിനിട്ട് 200, അതിനിട്ട് 300. എന്നാലും നമുക്ക് ഇനിയൊക്കെ അൺലോക്ക് ചെയ്യാം ഗൈസ് വേഗം. അപ്പോൾ ഗൈസ് എന്നാലും നമ്മൾ ലാസ്റ്റ് NPCനെ കൂട്ടിയിട്ട് അടിച്ചിട്ടിട്ടുണ്ട്. അടിച്ചിട്ടിപ്പോൾ നമ്മളത് അടുത്ത് അൺലോക്ക് ആയിട്ടുണ്ട്. ഇതെന്തായാലും നല്ലൊരു പവറാണ്. ഇതങ്ങനെ വെച്ചെടുത്താൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നവർക്കും പോകണവർക്കൊക്കെ അങ്ങനെ ഡാമേജ് പോകുന്നതാണ്. നമ്മളെന്തായാലും ഇനി അടുത്ത ലെവൽ കൂട്ടുന്നതിന് മുമ്പേ നമുക്കിവിടെ സ്പോൺ ആയിരുന്നു ഗൈസ്. എന്തായാലും നമുക്ക് ഇവനെ വേഗം അടിച്ചിടാം. അങ്ങോട്ട് ഇവനെ അടിച്ചിട്ടാൽ കുറച്ചും കൂടി ലെവൽ കൂടും പുറത്തന്നെ. അപ്പോൾ എന്തായാലും ഇവനെ അടിച്ചിടാനുള്ളൊരു ട്രിക്ക് ഉണ്ട് ഗൈസ്. അതേ ഇവനെ ഡാമേജ് എടുത്തുകൊണ്ട് പുറത്തേക്ക് വലിക്കൊണ്ടിരിക്കാം. ബുദ്ധനെ നമുക്ക് വയ്ക്കുന്നു. ഇനി പുറത്തന്നെ വയ്ക്കില്ല എന്ന് തോന്നണേ. ഇവിടുന്ന് പുറത്തുനിന്ന് ഇവനെ പുറത്തുനിന്നും കൂടി അടിച്ചാൽ നമുക്ക് വേഗം കംപ്ലീറ്റ് ആക്കാം ഇവനെ. എന്തായാലും നമുക്ക് ഇവനെ വേഗം ഇതേപോലെയാണ് ഗൈസ് അങ്ങനെ ചെയ്യേണ്ടത്. ഞാനങ്ങനെ അടിച്ചിട്ട് അപ്പോൾ എനിക്ക് ഡാമേജ് പോവും ഗൈസ്. എന്തായാലും നമുക്ക് വേഗം
അടിച്ചിടാം ഗൈസ്. പിന്നെ വേഗം അപ്പം തന്നെ ഗൈസ് ലാസ്റ്റത്തെ ഡാമേജ് ആയിട്ടുണ്ട്. നമുക്ക് പൊർട്ടലൈറ്റ് ഫുൾ അടിച്ചിടാം ഗൈസ്. പൊർട്ടലൈറ്റ് നല്ല പോണ്ട് കിട്ടും ഡാമേജ് ഗൈസ്. എന്തായാലും നമുക്ക് അടുത്ത എബിലിറ്റിയും കൂടി എടുത്തുകൊണ്ട് അടിക്കാം ഗൈസ്. നമ്മൾ കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് നാൾ വേൾഡ് മാപ്പ് അൺലോക്ക് ആവുള്ളൂ. നമുക്ക് ഭയങ്കര ഡാമേജ് കൊടുക്കാം. അപ്പോൾ തീരുന്നതാണ് ഗൈസ്. 700 ഡാമേജായി. നമുക്ക് കുറച്ചും കൂടി കൊടുക്കാനുള്ളൂ ഗൈസ്. ലാസ്റ്റത്തെ അടി ഗൈസ്. ഇനി ഒരൊറ്റ അടിയും കൂടി മതി അവനെ അടിച്ചിടാൻ ഗൈസ്. നമുക്ക് ലാസ്റ്റത്തെ അടിയാണ് ഗൈസ്. ഇപ്പോൾ കഴിയും ഗൈസ്. അവനെ തീർത്തിട്ടുണ്ട് അങ്ങനെ ഫൈനലി. 125 ആയിട്ടുണ്ട് അതിൻ്റെ ലെവല്. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ ബോസിനെ തീർത്തിട്ടാണ് നമുക്ക് ലാസ്റ്റ് 200 ലെവലാക്കിയിട്ടുള്ളത് ഗൈസ്. കുറേ ബോസ്സുമാരെ നമ്മൾ തീർത്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും നമുക്ക് ഇങ്ങനെ ടെലിപ്പോർട്ടായി വെറുതെ പോയേക്കാം. നമുക്ക് വെറുതെ ഇവിടേക്ക് പോയേക്കാം ഗൈസ്. എന്തായാലും പേര് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഹോട്ടൽ ക്ലൗഡിലേക്ക് തന്നെയാണ്. എന്നാലും നമുക്ക് ഇനിയും ലെവലും കൂട്ടാം ഗൈസ്. നമുക്ക് വേഗം ലെവൽ കൂട്ടാം. അപ്പോൾ ഗൈസ് ഇനി എന്തായാലും നമുക്ക് നമ്മളെ റാബിറ്റ് റേസ് നമുക്ക് V3 ആക്കാം. അതിനിടയിൽ എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എന്തോ ഗ്ലിച്ച് സംഭവിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് 12 മോൻ്റെ അടുത്ത് സംസാരിച്ച് കണ്ട് നോക്കാം ഗൈസ് എന്തൊക്കെയാണ് പറയണതെന്ന്. നമ്മൾ വാട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഗൈസ് വേഗം നമുക്ക് ഇതാക്കാം ഗൈസ്. നമ്മൾ 12 മോൻ എന്തൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സ്കിപ്പ് അടിച്ചിടുകയാണ്. എന്തായാലും ഗൈസ് ഇവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളോട് 30 ട്രഷർ ബോക്സ് തുറക്കാനാണ് പറയുന്നത്. എന്തായാലും നമുക്ക് എല്ലാ ബോക്സും തുറക്കാം ഗൈസ്. ഇവിടുത്തെ 30 ബോക്സ് നമുക്ക് തുറക്കാം വേഗം. എന്തായാലും നമുക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ലാസ്റ്റത്തെ ലാസ്റ്റ് ഒരു 3 കൂടി മതി. അപ്പം എന്തായാലും നമ്മൾ 3 ഫുള്ളും തുറന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് വേഗം പോവാം ഗൈസ്. ഇനി നമുക്ക് വേഗം ആ NPCൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് സംസാരിച്ച് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് സാറിനെ അമർത്താം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് പേനാക്കാം. നമുക്ക് അതിന് വേണ്ടുന്നത് 2 ബില്യനാണ് ആവശ്യം വരുന്നത്. എന്തായാലും നമുക്കത് പേനാക്കി നോക്കാം ഗൈസ്. കണ്ടില്ലേ 2 ബില്യൺ ആവശ്യമുള്ളത്. എന്നാലും നമുക്ക് പേനാക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗോഡ് സ്പീഡ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് അപ്പോൾ ഗൈസ് നമ്മൾ ഐസാട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കീ കിട്ടും. ലൈബ്രറി കീ എന്നാണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് കിട്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു റൂമിലൊന്ന് തുറന്നു കൊടുത്താൽ നമുക്ക് ഇവിടെ ഒരു NPCനാണ്. ഈ NPCൻ്റെ അടുത്താണ് നമുക്ക് ഈ ഡാർക്ക് സ്റ്റെപ്പിൻ്റെ ഡെത്ത് സ്റ്റെപ്പ് കിട്ടുക ഗൈസ്. നമുക്ക് അപ്പം അതിന് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഫൈറ്റിംഗ് സ്റ്റൈൽ നമ്മൾ 400 ആക്കണം. അപ്പോൾ എന്നാലും ഇത് 400 ആവാനായിട്ടുണ്ട് ഗൈസ്. എന്നാലും നമുക്ക് അടുത്ത പണിയിലോട്ട് വേഗം പോവാം. എന്നാലും നമുക്ക് നമ്മൾ എന്തിനാണ് ഇപ്പോൾ പറഞ്ഞാൽ ഇനി നമുക്ക് പോർട്ടൽ വേഗം എന്തായാലും ഇതിൻ്റെ ഡൊമൈനോട് ഓപ്പൺ ആക്കണം. എന്നാലും നമുക്ക് അടുത്ത പണിക്ക് വേഗം പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഈ ഒരു സ്ഥലത്തെ ബോസിനെ തീർത്താൽ കിട്ടുന്നതാണ് ഈ വാട്ടർ കീ എന്ന് പറയുന്നത്. എന്നാലും നമുക്കിത് എവിടെ കൊണ്ടുപോയി കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നാലും നമുക്ക് ഫസ്റ്റ് ഇവിടെ നിന്നാണ് കിട്ടുക ഗൈസ്. ഇവിടുത്തെ ഒരു ഡിഫീറ്റ് ചെയ്യണ ഒരാളെ അതിനെ കൊന്നാൽ നമുക്ക് കിട്ടണതാണ് ഈ വാട്ടർ കീ. ഡ്രോപ്പ് ചെയ്യാൻ കുറച്ച് ചാൻസ് ഒക്കെ ഉണ്ട്. എന്നാലും ഇവിടെ നമ്മൾ നേരെ പോകുമ്പോൾ അവിടെ നിന്നായിട്ടൊരു NPCനെ കാണാം. NPCൻ്റെ ഒക്കെ കൊണ്ടുപോയി കൊടുക്കാം ഗൈസ്. നമുക്കിത് അല്ലാതെ നമുക്ക് ഷാർക്ക് മാൻ ഫൈറ്റിംഗ് സ്റ്റൈൽ എടുക്കാൻ പറ്റൂല. എന്നാലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സുഖമാണ് ഗൈസ് ഷാർക്ക് മാൻ എടുക്കാൻ. എന്തായാലും നമുക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റൂല. നമുക്ക് വാട്ടർ പ്രൂഫൊന്നും എടുക്കാത്തതുകൊണ്ട് എന്തായാലും നമുക്ക് അടുത്ത പണിയിലോട്ട് വേഗം പോവാം ഗൈസ്. ഫൈനലി നമ്മളത് 299 ലെവലായിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് 2 NPCനും കൂടി അടിച്ചിട്ടാൽ മതി. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചേക്ക്, കമൻറ്റൊക്കെ ഇട്ടിട്ട് ഗൈസ്. നമുക്ക് ഇനി എന്തായാലും കളിക്കാൻ ചിലയിടത്തിലൊക്കെ നമുക്ക് കമൻറ്റ് ഇടലുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ലൈക്ക് ഒന്നും ഇല്ല കേട്ടോ ഗൈസ്. നമുക്ക് വേഗം ലെവൽ കൂട്ടാം ഗൈസ്. ലൈറ്റിങ്ങിൻ്റെ ലാസ്റ്റത്തെ അടി കൂടി എടുത്തുകൊണ്ട് നമുക്ക് എല്ലാവരും ഇവിടുത്തെ ആൾക്കാരും കൂടെ എടുത്ത് തീർത്താൽ നമ്മളെ ഇത് മാറി കിട്ടുന്നതാണ് ഗൈസ്. നമുക്ക് ഗൈസ് എന്തായാലും നമ്മളിത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് കുറച്ച് കംപ്ലീറ്റ് ആയിട്ട് കൂടെ കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു NPCനെ കൂടി അടിച്ചിട്ടാൽ മതി ഗൈസ്. അതായത് നമുക്ക് എല്ലാവരും കൂടി അടിച്ചിടാം. നമുക്ക് ഒരൊറ്റ ലെവൽ മതി നമുക്ക് പോർട്ടലിൻ്റെ 300 ലെവലാവാൻ. നമുക്ക് എന്തായാലും അടുത്ത NPCനും കൂടി ഉള്ളു തോന്നുന്നു ഗൈസ്. ആളെ തിരിപ്പിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത NPCനും കൂടി അങ്ങോട്ട് അടിച്ചിടാം ഗൈസ് വേഗം.
അപ്പോൾ ഗൈസ് എന്നാലും നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളത് 300 ലെവലായിട്ടുണ്ട്. ന്യൂ സ്കിൽ നമ്മളത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഡൊമൈന് കിട്ടിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും നമുക്ക് ഇതിനുള്ളിൽ കയറി പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഡൊമൈന് വരുന്നത് ഇങ്ങനെയാണ് ഗൈസ്. നമുക്ക് തന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകണേ. നമ്മളെ ഡൊമൈൻ ഒന്നും കൂടി നമുക്ക് നോക്കിയാൽ നമുക്കൊന്ന് പുറത്തേക്ക് പോകാൻ വയ്ക്കും. പിന്നെ ഉള്ളത് നമുക്ക് മേലൊരു പോർട്ടൽ പോലെ ഒരു ഇതുണ്ടാവും. ഐക്കോണെ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും ഗൈസ്. ഇതിന് അടിക്ക് പോകാൻ പറ്റുമൊക്കെ പറ്റില്ല ഗൈസ്. നമ്മൾ ആദ്യമായിട്ടാണ് പോർട്ടൽ ഫുള്ള് മാക്സ് ആക്കുന്നത്. ഇനി ഗൈസ് നമുക്ക് എന്തായാലും ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ പോകട്ടെ ഗൈസ്. ഗൈസ് ഇങ്ങനെ പോകാം നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക്. ഇനി നമുക്ക് എന്തായാലും ഇനി കുറച്ചും കൂടി ഗ്രൈൻഡ് ചെയ്യാം ഗൈസ് നമുക്ക് വേഗം. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ അടുത്ത ലെവലായിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി എന്തായാലും 1100 ലെവലായിട്ടുണ്ട് ഗൈസ്. നമുക്ക് 1100 ലെവലാകുമ്പോൾ ഗൈസ് നമുക്കൊരു ടൈറ്റിന് അൺലോക്ക് ആകും ഗൈസ്. നമുക്ക് അതിൻ്റെ ടൈറ്റിലിൻ്റെ പേരെന്ന് പറയുകയാണെങ്കിൽ അയൺ മാൻ എന്ന് പറഞ്ഞുകൊണ്ടേക്കാരം. എന്താ അയൺ മാൻ എന്ന് പറഞ്ഞുകൊണ്ടേക്കാരം നമുക്ക് അൺലോക്ക് ആവാം ഗൈസ്. പിന്നെ എന്തായാലും നമ്മൾ വേഗം ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. നമുക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ ഇലക്ട്രിക് ആക്കിയിട്ടുണ്ട്. നമ്മളത് ഡാർക്ക് സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ നമ്മൾ അത് ഫുള്ളായിന് 400 ലെവലായിന്. ഞാനിപ്പോൾ എന്തായാലും നമുക്ക് ഇലക്ട്രിക്കും കൂടി അങ്ങോട്ട് മാക്സ് ആക്കാം. അപ്പോൾ ഗൈസ് നമ്മളത് എന്തായാലും 125 ആയിട്ടുണ്ട്. ആയിട്ടുണ്ട് ഗൈസ്. 1100-125 ലെവലായിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ അടുത്ത കോസ്റ്റ് എടുക്കേണ്ട ആൾക്കാർ ഗൈസ്. നമുക്ക് എന്തായാലും വേഗം കോസ്റ്റ് എടുക്കാൻ പോകാൻ. അപ്പോൾ ഗൈസ് അവരും കൂടി കോസ്റ്റ് എടുത്ത് തീർന്നിട്ടുണ്ട്. നമുക്കുള്ളത് പറഞ്ഞാൽ ഹോട്ട് ആൻഡ് ക്ലൗഡിൽ തന്നെ നമുക്കൊരു ബോസിനെ തീർക്കാനുണ്ട്. നമുക്ക് എന്തായാലും സ്മോക്കറിനെ തീർക്കാനുള്ളത്. അവൻ ഇവിടെ ചിലപ്പോൾ സ്പോൺ ആയിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും വേഗം പോയി വെക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ NPC ആളെ അടിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് വേഗം കഴിച്ചിട്ടാവാം ഗൈസ്. നമുക്ക് എന്തായാലും വേഗം പോയി കണ്ട് അവൻ ഇവിടെ സ്പോൺ ആയിക്കണമെന്ന് നോക്കാം. ചിലപ്പോൾ സ്പോൺ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഗൈസ് പോയൊക്കെപ്പോൾ അവൻ ഇവിടെ സ്പോൺ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ബലമൊക്കെ വേഗം തീർക്കാം ഗൈസ്. നെറ്റ് ഇഷ്യൂ ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മളെപ്പോഴും അടിക്കണ അടിയൊക്കെ പിന്നെയാണ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് ബലം കൊണ്ട് അടിച്ചിട്ട് അങ്ങനെ ഗൈസ് ഈ 2 കൂട്ടത്തിനും കൂടി അടിച്ചിടാം. നമ്മൾ വില കുറച്ചതാണ്. എന്തായാലും നമുക്ക് ബലം കൊണ്ട് അടിച്ചിട്ടാൽ നമുക്ക് ലെവൽ കൂടുന്നതാണ് ഗൈസ്. ലാസ്റ്റത്തെ 2 ആൾക്കാരും 3 ആൾക്കാരുള്ളൂ. എന്തായാലും നമുക്ക് വില കോമ്പിൽ അടിച്ചിടാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കി നോക്കാം. റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട് ഗൈസ്. പറ്റില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഇനിയും അവരെ വേഗം പോയി അടിക്കാം ഗൈസ്. നമുക്ക് അടിച്ചിട്ട് തീർക്കാം. അപ്പോൾ എന്തായാലും നമ്മളവരെ അടിച്ചിട്ടിട്ട് തീർത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ ലെവലും കൂടിയിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് കഫേക്ക് പോയിട്ട് പുറത്ത് പോയിട്ടൊന്ന് വരാം ഗൈസ്. നമ്മൾ ടെലിപ്പോർട്ട് ചെയ്യാൻ സുഖമാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഗൈസ് ഞാൻ തന്നെ നമുക്ക് വേഗം ടെലിപ്പോർട്ട് ചെയ്താണ്ട് കഫേക്കിലോട്ട് തന്നെ പോവാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. എന്തായാലും നമ്മളിന്ന് കുറേ കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വേഗം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ നമുക്ക് എന്തായാലും വേറൊരു വിഷൻ തന്നിട്ടുണ്ട് നമ്മളെ ചങ്ങായി. നമ്മളെ ഫോളോവർ നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് കൺട്രോൾ ഫ്രൂട്ട് ഒന്ന് ഇതാക്കാൻ പറഞ്ഞാണ്ട് ഒന്ന് അതിൽ V1 V2 V3 V4 ഒക്കെ ചെയ്യാൻ പറഞ്ഞാണ്ട് നമുക്ക് കമൻറ്റ് ചെയ്തിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അതും കംപ്ലീറ്റ് ആക്കണം. ഇനി ഇതും കൂടി കൊണ്ടാവണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടാവുള്ളൂ ഗൈസ്. അല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ.